ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനും മാർക്കോയും സാഗറും ലോപ്പസും കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകുന്നു. ശേഷം കണ്ണേട്ടൻ തിരിച്ചു വരുന്നത് വരെ അല്ലെങ്കിൽ സന്നിധാനത്തെത്തി ദർശനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിളിക്കാതെ എനിക്ക് മനസമാധാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിൻ്റെ മുന്നിൽ പൊട്ടിക്കരയാണ് കേട്ടോ മഹിയും. താൻ ഗർഭിണിയാണെന്ന് കരുതി തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ദുർഗ ശ്രമിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിലും മഹിക്ക് കൂട്ടായിട്ട് അവിടെ നിൽക്കാൻ തന്നെ മഞ്ജു തീരുമാനിക്കുന്നു. പിന്നീട് കണ്ണനെ കാത്തു നിൽക്കുകയാണ് ലേഖയും അനന്തവും. അപ്പോൾ കണ്ണൻ അവരോടായിട്ട് പറയുന്നുണ്ട്, അയ്യപ്പസ്വാമിയുടെ മുന്നിൽ കിടാവിളക്ക് കൊളുത്തി വെച്ചിട്ടുള്ളത് കൊണ്ട് അയാൾ അവിടെ നിന്ന് മാറി നിൽക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണൻ അവരോട് യാത്ര പറഞ്ഞു പോകുന്നു. കണ്ണൻ അവിടെ ഇല്ലാതെ കമലേശ്വരത്ത് മഹിയെ ഒറ്റയ്ക്ക് നിർത്തുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കുന്ന ലേഖയും അനന്തവുമാണെങ്കിൽ മഹിയെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരണം, അല്ലെങ്കിൽ കണ്ണൻ തിരിച്ചു വരുന്നതുവരെ കമലേശ്വരത്ത് നിൽക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഗുണ്ടകളാണെങ്കിലും കണ്ണനെ തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പുറപ്പെടുന്നു. അങ്ങനെ കണ്ണനും സാഗറും ലോപ്പസും മാർക്കോയും എരുമേലി വഴി കാനനപാതയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഉണ്ടാവും, പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. മറ്റൊരു റൂട്ട് വഴി പോകാമെന്ന് മാർക്കോ പറയുമ്പോൾ അത് റിസ്ക് ഉള്ള റൂട്ടല്ലേ എന്ന് ലോപ്പസ് ചോദിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നും സന്നിധാനത്തെത്തി അയ്യപ്പസ്വാമിയെ ദർശിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതേസമയം സിദ്ധിയായിട്ടുള്ള അമ്മയും കണ്ണന് വേണ്ടിയിട്ട് പ്രാർത്ഥനയിൽ തന്നെയാണ്. പിന്നീട് മേഘനോടായിട്ട് വാമൻ പറയുന്നുണ്ട്, മണ്ഡലകാലമായിട്ട് ഇതൊന്നും വേണ്ടായിരുന്നു മേഘ. മഹാലക്ഷ്മി പൂജിക്കുന്ന അയ്യപ്പ വിഗ്രഹം കളയാൻ ശ്രമിച്ച പ്രതാപനും അയാളുടെ അമ്മയ്ക്കും എന്താ സംഭവിച്ചത് എന്നറിയാലോ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കഠിനവ്രതം എടുത്താണ് കണ്ണൻ മലയ്ക്ക് പോയിരിക്കുന്നത്. നീ പറഞ്ഞു വിട്ടവന്മാരുടെ തടി കേടാവാതെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛാ. ഈ മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമി നമ്മളെയാണ് കനിയാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നിന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എങ്കിൽ അങ്ങനെ ശ്രമിച്ചവരുടെ എല്ലാം ജീവിതം പാതിക്ക് വെച്ച് വഴിമുട്ടിപ്പോകും. കണ്ണൻ്റെ അച്ഛനെയും കണ്ണനെയും അവരോട് ചെയ്ത ദ്രോഹങ്ങളുടെ ഫലമാണ് ഞാൻ ഈ വീൽ ചെയറിലിരുന്ന് നിരങ്ങാൻ കാരണം. അതുകൊണ്ട് നീയും സൂക്ഷിച്ചോ എന്നെല്ലാം ഒരു മുന്നറിയിപ്പ് വാമൻ മേഘന് കൊടുക്കുന്നുണ്ട്. പിന്നീട് പ്രതാപനോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അവനെങ്ങാനും ദർശനം പൂർത്തിയാക്കി തിരികെ വരൂ പ്രതാപ. അന്ന് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി നീ പറഞ്ഞു വിട്ട ഗുണ്ടകൾക്ക് എന്താ സംഭവിച്ചത്? ഒടുവിൽ അവന്മാരുടെ ഹോസ്പിറ്റൽ ചെലവ് കൂടി നീ കൊടുക്കേണ്ടി വന്നില്ലേ? എന്തിന്? ഇതിൻ്റെ എല്ലാം സൂത്രധാരനായ മേഘൻ എന്ന് പറയുന്നവനെ മാർക്കോ കഞ്ചാവ് കേസിൽ അകത്താക്കിയിട്ടില്ലേ? ഇനി കണ്ണൻ്റെ ജീവനറ്റ ശരീരം കമലേശ്വരം തറവാട്ടിൽ കൊണ്ടുവന്ന് കിടത്തുന്നത് നേരിട്ട് കാണാതെ ഞാനൊന്നും വിശ്വസിക്കില്ല എന്നെല്ലാം പറയുമ്പോൾ അത് കേട്ട് ചിരിച്ചുകൊണ്ട് അവനും അവൻ്റെ കൂടെ പോയവന്മാരൊന്നും മടങ്ങി വരില്ല അമ്മേ. കാരണം ഇങ്ങനെയൊരു അറ്റാക്ക് ഉണ്ടാകുമെന്ന് കണ്ണനോ മാർക്കോയ്ക്കോ ഒരു സൂചന പോലും ഇല്ലല്ലോ. പിന്നെ നല്ല ആയുധങ്ങളാണ് മേഘൻ പറഞ്ഞു വിട്ടവന്മാരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഇത്തവണ ഞാൻ നല്ല പ്രതീക്ഷയിലാണെന്ന് പറയുമ്പോൾ എന്തോ നീ പറഞ്ഞത്ര പ്രതീക്ഷയൊന്നും എനിക്കില്ല. കണ്ണൻ്റെ വെള്ള പുതപ്പിച്ച ശരീരം കാണണം, എങ്കിലേ എൻ്റെ മനസ്സിലെ തീ അണയൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി ആണെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ് അയ്യപ്പസ്വാമിയോട് കണ്ണന് വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണേട്ടൻ ഒരു ആപത്തും കൂടാതെ ദർശനം പൂർത്തിയാക്കി തിരികെ വരണേ എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു കിടന്ന മഹി പെട്ടെന്ന് തന്നെ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ്. അതായത് ഒരു കൂട്ടം കൊലയാളികൾ കാനനപാതയിൽ വെച്ച് കണ്ണനെ കൊന്നുകളയാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് കേട്ടോ മഹി. അപ്പോൾ മഹാലക്ഷ്മി അങ്ങനെ ഞെട്ടി ഉണരുന്ന ആ ശബ്ദം കേട്ടിട്ട് എന്താ ഏട്ടത്തി എന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജുവും ഉണരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദുസ്വപ്നം കണ്ടു, കണ്ണേട്ടന് എന്തോ ആപത്ത് സംഭവിച്ചതായിട്ട്. അന്ന് തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയപ്പോൾ കണ്ണേട്ടനും സ്വപ്നത്തിൽ അത് കണ്ടിരുന്നു. എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു മഞ്ജു. ഞാൻ കണ്ടത് വെറും ഒരു സ്വപ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കണ്ണേട്ടന് എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നെല്ലാം മഹി പറയുന്നുണ്ടെങ്കിലും മഞ്ജു മഹിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മഹിയുടെ മനസ്സിലെ ആശങ്കകളൊന്നും വിട്ടു പോകുന്നില്ല കേട്ടോ. തുടർന്ന് എനിക്ക് താഴെ ചെന്ന് ആ വിളക്ക് അണഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഹി നേരെ ആ പന്തലിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ എത്തുന്നതും ആ വിളക്ക് അണഞ്ഞിരിക്കുന്നത് കണ്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ മഹി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മഞ്ജു, എന്തോ ആപത്ത് കണ്ണേട്ടൻ്റെ പുറകെ തന്നെയുണ്ട്. അതാണ്ട് ഭഗവാന്റെ മുന്നിൽ കൊളുത്തി വെച്ചിരിക്കുന്ന വിളക്ക് അണഞ്ഞു പോയത്. ഭഗവാനെ കണ്ണേട്ടന് ആപത്ത് കൂടാതെ മടങ്ങി വരണേ. അയ്യപ്പസ്വാമി കണ്ണേട്ടൻ്റെ കാവലായിട്ട് കൂടെ തന്നെ ഉണ്ടാകണേ എന്ന് പറഞ്ഞുകൊണ്ട് മഹി അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിന്നും കണ്ണന് വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
പിന്നീട് അങ്ങനെ വാടക കൊലയാളികൾ കണ്ണനെയും മാർക്കോയും സാഗറിനെയും ലക്ഷ്യമാക്കി അവരെ ഫോളോ ചെയ്ത് ചെല്ലുന്നു. അപ്പോൾ മഹി സ്വപ്നത്തിൽ കണ്ടതുപോലെയൊക്കെയാണ് ഏകദേശം കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അവർ വിശ്രമിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഗംഭീര ഒരു ട്വിസ്റ്റ് തന്നെ അവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാടക കൊലയാളികൾ കണ്ണനെ പുറകിലൂടെ തള്ളിയിട്ട് കുത്തി വീഴ്ത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതേ സമയത്ത് തന്നെ അവരെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ മാർക്കോ തൻ്റെ കയ്യിലുള്ള ആ വെയിലിൻ്റെ ശക്തി കൊണ്ട് മാർക്കോ അവരെ അവിടെ വെച്ച് തന്നെ വലിച്ചു കയറുന്നുണ്ട്. അങ്ങനെ ഗുണ്ടകളിൽ നിന്നും കണ്ണൻ്റെ ജീവൻ മാർക്കോ രക്ഷിക്കുന്നുണ്ട് കേട്ടോ. ശേഷം മേഘനാണ് കണ്ണനെ തീർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊട്ടേഷൻ കൊടുത്തത് എന്ന് മനസ്സിലാക്കുന്ന മാർക്കോയും കണ്ണനും ആണെങ്കിൽ ശരിക്കും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ മാർക്കോയാണെങ്കിൽ പരിക്ക് പറ്റി കിടക്കുന്ന അവരുടെ ആ ഫോട്ടോ എടുത്ത് മേഘൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഫോട്ടോ കണ്ട് കണ്ണന് പകരം താൻ പറഞ്ഞു വിട്ട ഗുണ്ടകളുടെ അവസ്ഥ കണ്ട് ശരിക്കും ഷോക്കായി പോവുകയാണ് മേഘൻ. എന്തായാലും താനാണ് അവർക്ക് കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ള കാര്യം കണ്ണനും മാർക്കോയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം മേഘൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി കണ്ണനും മാർക്കോയും തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്തായിരിക്കും എന്ന് ആലോചിച്ച് വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ മേഘൻ. അപ്പോൾ ഇത്തവണയും താൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. ഗുണ്ടകൾക്ക് തന്നെയാണ് നല്ല എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ശരിക്കും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ മേഘൻ. അങ്ങനെ കണ്ണൻ സന്നിധാനത്തെത്തി അയ്യപ്പസ്വാമിയെ കണ്ണിറയെ കണ്ട് തൊഴുത് മലയിറങ്ങുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം മഹാലക്ഷ്മിയും മഞ്ജുവും താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ദുർഗയും കരുണയും ചേർന്ന് മഹിയെ കുത്തി നോവിച്ച് സംസാരിക്കുന്നുണ്ട്. നീയല്ലേ അവനെ ഉന്തിത്തള്ളി മലയ്ക്ക് പറഞ്ഞു വിട്ടത്. ഇപ്പോൾ ഈ വീടും കമ്പനിയും എല്ലാം നിൻ്റെ പേരിലല്ലേ, അതുകൊണ്ട് അവൻ ഇനി തിരികെ വന്നില്ലെങ്കിലും നിനക്കൊന്നുമില്ല എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അങ്ങനെ സ്വത്തും പടവും നോക്കി ആളുകളെ സ്നേഹിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. എൻ്റെ കണ്ണേട്ടൻ മടങ്ങി വരുന്നത് വരെ എൻ്റെ നെഞ്ചിടിപ്പിന് ഒരു കുറവും ഉണ്ടായില്ല എന്ന് നല്ല മറുപടി തന്നെ മഹി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹിയും മഞ്ജുവും അവിടെ നിന്നും പോയതിന് ശേഷം മലയ്ക്ക് പോയ അയാൾ തിരികെ വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ഊഴം ഇവളുടെയാണ് അമ്മേ. ഇവളെയും എത്രയും പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് പറഞ്ഞു വിടണമെന്ന് പറയുമ്പോൾ അത് പിന്നെ പറയാനുണ്ടോ മോളെ. ഇതെല്ലാം ചെയ്ത മേഘന് ഇവളൊക്കെ വെറും നിസ്സാരാണ്. കണ്ണനും മാർക്കോയും ഇല്ലെങ്കിൽ പിന്നെ ഇവള് വട്ടപ്പൂജയാണെന്നും പറയുന്നുണ്ട് കേട്ടോ ദുർഗ കരുണയോട്. അങ്ങനെ സന്നിധാനത്തെത്തി ദർശനം പൂർത്തിയാക്കിയതിന് ശേഷം കണ്ണനാണെങ്കിൽ മഹിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ കോള് കിട്ടുന്നതും ശരിക്കും ശ്വാസം നേരെ വീഴുന്നുണ്ട് മഹിക്ക്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അയ്യപ്പസ്വാമിയെ കണ്ടു എന്നും ബാക്കിയെല്ലാം വന്നിട്ട് പറയാമെന്നും കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് ദുർഗയും കരുണയും ചേർന്ന് വീണ്ടും മഹാലക്ഷ്മിയെ കുത്തി നോവിച്ച് സംസാരിക്കുന്നുണ്ട്. എന്താടി മലയ്ക്ക് പോയതിൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ. രണ്ടാനമ്മയാണെങ്കിലും സ്വന്തം മകനായിട്ടാണ് ഞാൻ അവളെ വളർത്തിക്കൊണ്ട് വന്നത്. വിവാഹത്തിന് ശേഷമാണ് അവന് ഞങ്ങളെ കണ്ടുകൂടാതായത്. അതും നീ ഓരോന്ന് പറഞ്ഞ് അവൻ്റെ ഉള്ളിൽ വിഷം കുത്തി വെച്ചിട്ടാണെന്നെല്ലാം ദുർഗ പറയുമ്പോൾ എന്നാ കേട്ടോ കണ്ണേട്ടന് മാർക്കോയും സാഗറും ലോപ്പസും ഒക്കെ സന്നിധാനത്തെത്തി അയ്യപ്പസ്വാമിയെ കണ്ണിറയെ കണ്ട് മലയിറങ്ങി എന്ന് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ ദുർഗയും കരുണയും. അവർക്കത് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്തവണയും കണ്ണന് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു വാർത്ത അവർക്ക് ഒട്ടും സഹിക്കാവുന്നതിനും അപ്പുറമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും മലയ്ക്ക് പോകുന്ന ഒരു സമയമായിട്ട് പോലും തന്നെ തീർക്കാനായിട്ട് ആളെ വിട്ട മേഘന് കനത്ത തിരിച്ചടി കൊടുക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് കേട്ടോ കണ്ണൻ തിരികെ വരുന്നത്. അപ്പം നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിനായിട്ട്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്